കോഴിക്കോട് മത്സ്യബന്ധനത്തിനിടെ ബോട്ടിന്റെ എഞ്ചിനിൽ നിന്നുള്ള പുക ശ്വസിച്ച് ഒരു മരണം. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഷഹബേദ് ദാസാണ് മരിച്ചത്. 3 മത്സ്യത്തൊഴിലാളികളെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബേപ്പൂർ പടിഞ്ഞാറ് 10 നോട്ടിക്കൽ അകലെയാണ് സംഭവം ഉണ്ടായത്. ആകാശ് തലത്തിൽ ചേരുകയാണ്. ആകാശ്, ഇത് വലിയൊരു അപകടമാണ് ഉണ്ടായത്. ഒരാളുടെ ജീവൻ നഷ്ടമായി, മറ്റാളുകൾക്ക് വലിയ തരത്തിൽ ദേഹാസ്വാസ്ഥ്യവും ഉണ്ടായി. വിശദാംശങ്ങൾ. സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു അപകടമാണ് ബേപ്പൂര് പടിഞ്ഞാറ് 10 നോട്ടിക്കൽ അകലെ വെച്ച് സംഭവിച്ചത്. മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ട ബോട്ടിലെ എഞ്ചിനിൽ വെള്ളം കയറിയൊന്ന് പരിശോധിക്കാനാണ് ഈ ഷഹബേദ് ദാസ് ഈ എഞ്ചിനിലേക്ക് ഇറങ്ങിയത്. അപ്പോഴാണ് ശ്വാസം കിട്ടാതെ ശ്വാസതടസ്സം നേരിട്ടത്. എഞ്ചിനിൽ നിന്നുള്ള പുകയും വലിയ രീതിയിൽ തന്നെ ഇയാളെ ബാധിച്ചിരുന്നു. കൂടാതെ തന്നെ ഓക്സിജൻ അളവും ഈ എഞ്ചിൻ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. പിന്നാലെ തന്നെ ഇയാൾ ശ്വാസം മുട്ടി വലിയ രീതിയിലുള്ള പരാക്രമങ്ങളൊക്കെ കാണിക്കുമ്പോഴാണ് ഈ മത്സ്യബന്ധനത്തിൽ ഈ ബോട്ടിലുണ്ടായിരുന്ന 3 പേർ ഇയാളെ രക്ഷിക്കാനായിട്ട് താഴത്തെ എഞ്ചിൻ റൂമിലേക്ക് ഇറങ്ങിയത്. അപ്പോഴാണ് ഈ 3 പേർക്കും കൂടി ഇത്തരത്തിൽ ശ്വാസതടസ്സം നേരിട്ടത്. അതിനുശേഷം ഈ മത്സ്യബന്ധനത്തിൽ എത്തിയ കൂടുതൽ തൊഴിലാളികൾ ചേർന്നാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. പിന്നാലെ തന്നെ ബേപ്പൂർ ഹാർബറിൽ എത്തിക്കുകയും കോസ്റ്റ് ഗാർഡും പോലീസും ചേർന്ന് ഇവരെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ ഈ അന്യസംസ്ഥാന തൊഴിലാളിയായ ഷഹബേദ് ദാസിന് വലിയ രീതിയിലുള്ള ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു. ശ്വാസം എടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അപ്പോൾ തന്നെ അയാളെ വെന്റിലേറ്ററിന്റെ സഹായത്തിലേക്ക് മാറ്റുകയും തുടർന്ന് ആദ്യം ബേപ്പൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു പ്രവേശിപ്പിച്ചത്. അതിന് കൂടുതൽ ചികിത്സയ്ക്കായി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശ്വാസം ഈ എഞ്ചിനിലുള്ള പുക ശ്വസിച്ചുകൊണ്ടാണ് ശ്വാസം തടസ്സം നേരിട്ടത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. 4 പേരായിരുന്നു ഇതിൽ പെട്ടിരിക്കുന്നത്. അതിൽ ഒരാൾ മലയാളിയാണ്. ബേപ്പൂർ സ്വദേശി ഹനീഫ എന്ന് പറയുന്ന ഒരു മലയാളിയും കൂടാതെ തന്നെ 3 അന്യസംസ്ഥാന തൊഴിലാളികളുമാണ് ഈ ഒരു അപകടത്തിൽ പെട്ടിരിക്കുന്നത്. ബേപ്പൂരിലെ ഹാർബറിൽ നിന്നും പടിഞ്ഞാറ് 10 നോട്ടിക്കൽ അകലെ മത്സ്യബന്ധനം നടത്തുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഇവരെ തിരിച്ച് ബേപ്പൂർ ഹാർബറിലേക്ക് എത്തിക്കുകയും തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. കൂടാതെ തന്നെ മറ്റു 3 പേരുടെയും ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. മറ്റ് ശ്വാസം എടുക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മറ്റ് പ്രശ്നങ്ങളില്ല എന്നുകൂടി ഇപ്പോൾ അറിയുന്നുണ്ട്. ഏതായാലും ഒരു അന്യസംസ്ഥാന തൊഴിലാളി ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു. ഇയാൾ ഈ എഞ്ചിനിലേക്ക് ഇറങ്ങിയപ്പോൾ ഓക്സിജൻ കിട്ടാതെയും കൂടാതെ പുക ശ്വസിച്ചതിന് എഞ്ചിനിൽ നിന്നുള്ള പുക ശ്വസിച്ചാണ് വെസ്റ്റ് ബംഗാൾ സ്വദേശിയുടെ മരണം ഉണ്ടായിരിക്കുന്നത്. 3 പേർ നിലവിൽ ചികിത്സയിലാണ്.